നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോറമംഗലയിലെ PG ഹോസ്റ്റലിൽ വെച്ച് യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ യുവാവിനെ പിടികൂടിയിരിക്കുകയാണ് പോലീസ്. രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ അഭിഷേകിനെ മധ്യപ്രദേശിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് ശനിയാഴ്ച പുലർച്ചെ ബംഗളൂരു പോലീസ് പിടികൂടിയത്. ജൂലൈ 23 രാത്രിയായിരുന്നു കോറമംഗലയിലെ PG ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ യുവാവ് ബീഹാർ സ്വദേശിനിയായ കൃതി കുമാരി 24 വയസ്സാണ് പ്രായം കൊലപ്പെടുത്തിയത്. കത്തി ഉപയോഗിച്ച് നിരവധി തവണ കുത്തിയ ശേഷം യുവതിയുടെ കഴുത്തിറക്കുകയായിരുന്നു. ക്രൂരമായ കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോസ്റ്റലിലെ കെയർ ടേക്കർ രാത്രി ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ തക്കം നോക്കിയാണ് പ്രതിയായ അഭിഷേക് അകത്ത് കയറിയത്. 3ാം നിലയിലെ മുറിക്ക് സമീപത്ത് വെച്ച് യുവാവും കൃതിയുമായി പിടിവലി നടന്നു. ഇതിന് പിന്നാലെയായിരുന്നു ക്രൂരമായ കൊലപാതകം. രക്തം വാർന്ന് നിലത്ത് വീണ കൃതിയുടെ നിലവിളി കേട്ടാണ് മറ്റു മുറികളിലുണ്ടായിരുന്നവർ സംഭവം അറിയുന്നത്. ഇവർ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കൃതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കൃതി കോറമംഗലയിലെ VR ലേഔട്ടിലുള്ള PGയിലെത്തിയത്. പ്രതിയായ അഭിഷേകും കൊല്ലപ്പെട്ട കൃതിയുടെ മുറിയിൽ മുൻപ് താമസിച്ചിരുന്ന യുവതിയും തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ഈ ബന്ധം വേർപെട്ടതിന് പിന്നിൽ കൃതിയാണെന്ന് അഭിഷേക് കരുതിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൃതിയുടെ പുതിയ താമസ സ്ഥലത്തെത്തി അഭിഷേക് കൊലപാതകം നടത്തിയത്. സ്വകാര്യ IT കമ്പനിയിലെ ജോലിക്കാരിയാണ് കൊല്ലപ്പെട്ട കൃതി കുമാരി എന്ന് പോലീസ് അറിയിച്ചു. ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പ് 103 പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിൽ നിന്ന് പിടിയിലായ പ്രതിയെ വൈകാതെ തന്നെ ബംഗളൂരിൽ എത്തിക്കും. ഇതുപോലുള്ള പ്രണയക്കൊലകൾ ഒരുപാടാണ് രാജ്യത്ത് എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലോട്ട് വരികയാണെങ്കിലും ഒരുപാട് കൊലപാതകങ്ങളാണ് പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ മറ്റും ഇവിടെ നടന്നിട്ടുള്ളത്. 94% സാക്ഷരതാ നിരക്കുള്ള കേരളത്തിലും ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഇത്തരം പ്രണയ കൊലപാതകങ്ങൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലേക്കുമാണ്. അതിജീവനത്തിന്റെ സാധ്യതകളിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ ജീവനെടുത്തും സ്വയം ജീവനെ ഇല്ലാതാക്കിയും നിരവധി പേർ സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമാവുകയാണ്. ആരോഗ്യകരമായ ബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നും അതിൽ നിന്ന് പിന്തിരിഞ്ഞു നടക്കാൻ തീരുമാനിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായത്തെ അതേ അളവിൽ പരിഗണിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാതെ വരുന്നിടത്താണ് പ്രണയം പകയായും മരണമായും മാറുന്നത്. പ്രണയ തകർച്ചയുടെ പേരിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2021 വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ നൽകിയ കണക്ക് പ്രകാരം 2017 മുതൽ 2020 വരെ 350 പെൺകുട്ടികൾക്കാണ് പ്രണയത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമായത്. ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണത്. ഇവരിൽ 10 പേർ കൊല്ലപ്പെടുകയായിരുന്നു. 2017 83 പെൺകുട്ടികൾക്കായിരുന്നു ജീവഹാനി ഉണ്ടായത്. 3 പേർ കൊല്ലപ്പെട്ടപ്പോൾ 80 പേർ ആത്മഹത്യ ചെയ്തു. 2018 പ്രണയം മൂലം കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2019 5 കൊലപാതകങ്ങളും 88 ആത്മഹത്യകളും ഉൾപ്പെടെ 93 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പ്രണയബന്ധങ്ങളുടെ പേരിൽ 2020 ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മരണപ്പെട്ടത്. 2 കൊലപാതകങ്ങളും 96 ആത്മഹത്യകളും അടക്കം 98 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്.